നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീഡിയോ ചെറുതാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും. ഇടിച്ചക്ക കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇടിച്ചക്ക ആണെങ്കിലും വലിയ ചക്ക ആണെങ്കിലും ഒക്കെ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ. എന്നാൽ പണ്ടത്തെ ഉമ്മമാർക്കൊക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഇപ്പോഴത്തെ തലമുറയിലുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇടിച്ചക്ക നല്ല ഹലുവ പോലെ മുറിച്ചെടുക്കാനും തൊലി കളഞ്ഞെടുക്കാനുള്ളൊരു ട്രിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് വലിയ പീസസ് ആയിട്ട് ഇടിച്ചക്ക എപ്പോഴും കുഞ്ഞു കുഞ്ഞായിട്ട് തോരൻ വെക്കാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും ഒക്കെ ചെറുതായിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് അങ്ങനെ അരിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഞാനിപ്പോൾ അതാ ഇത്രയും ഒരു വലിയ ഇടിച്ചക്ക നിങ്ങൾ ആദ്യം കണ്ടില്ലേ, ആ വലിപ്പത്തിലുള്ളൊരു ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നമ്മൾ 2 വിസിലടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം. അപ്പോൾ ഞങ്ങൾ ഇതിനെ ഇടിച്ചക്ക എന്ന് പറയും. കുറേ പേരുണ്ടല്ലേ, കുഞ്ഞൻ ചക്കാന്നോ ഇടിയൻ ചക്ക അങ്ങനെയൊക്കെ കുറേ പേരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 2 വിസിലടിച്ചിട്ട് അതിലെ പ്രഷറൊക്കെ പോയിട്ട് തുറന്നപ്പോഴേക്കും ഇതാ ഇടിച്ചക്കയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മളിതിൻ്റെ തൊലിയും ഇതിൻ്റെ ആ ഒരു മൂക്കിൻ്റെ ഭാഗമല്ലേ, ഞങ്ങൾ മൂക്ക് എന്നിട്ടോ പറയാം സെൻറ്ററിലുള്ള ഭാഗത്തിന്, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിതിന് മുമ്പ് സാധാരണ വലിയ ചക്ക കത്തിയൊന്നും ഉപയോഗിക്കാതെ കട്ട് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേർക്ക് നല്ല യൂസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. കണ്ടോ, ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് അലുവ മുറിച്ചെടുക്കുന്ന പോലെ നമുക്ക് ഈ ചക്കയുടെ തൊലിയും ആ മൂക്കിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. മറ്റത് എന്ത് ബുദ്ധിമുട്ടിയിട്ട് വേണമല്ലേ നമുക്കിത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ഇടിച്ചക്ക വേണമെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്തതാണ് കേട്ടോ. ഇപ്പം ചിലർക്ക് ഇത് വേവിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേവിക്കാതെ പൊടിയായിട്ട് അരിയാനുള്ളൊരു ട്രിക്ക് കൂടെ ഉണ്ട്. അത് ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ തൊലിയും ഈ മൂക്കൊക്കെ കളഞ്ഞെടുത്താൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ചക്ക ഈ ഒരു അരിയാനുള്ള ബുദ്ധിമുട്ട് കാരണം ആരെങ്കിലും ഉണ്ടാക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചിലരുടെ വീട്ടിലൊക്കെ ഒരുപാട് ചക്ക ഉണ്ടാവും, പക്ഷെ അത് മുറിക്കാനും ഇതുപോലെ ഉണ്ടാക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഉണ്ടാക്കാറില്ല എന്നൊക്കെ പണ്ട് നമ്മൾ ആ മറ്റേ ചക്ക കത്തി പോലും ഉപയോഗിക്കാതെ ഒരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ വീഡിയോയിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇനി ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് അലുവ മുറിച്ചെടുക്കുന്ന രീതിയിൽ ചക്ക മുറിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ചിലരൊക്കെ പറയും ഇതിനേക്കാളും നല്ലത് പച്ചക്ക് തന്നെ മുറിച്ചെടുക്കുകയാണെന്ന്. അപ്പോൾ അങ്ങനെ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അറിയാത്തവർ ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. കണ്ടോ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചക്ക മുറിക്കാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതുപോലെ വലിയ പീസാക്കിയിട്ട് വേവിച്ചിട്ട് മുറിക്കുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്